الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى صلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقال الذين كفروا لرسلهم لنخرجنكم من أرضنا أو لتعودن في ملتنا فأوحى إليهم ربهم لنهلكن الظالمين ولنسكننكم الأرض من بعدهم ذلك لمن خاف مقامي وخاف وعيد صدق الله العلي العظيم. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവൻ്റെ കൽപ്പനകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ദുനിയാവിൽ ജീവിക്കാൻ ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഈ ഭൂമിയിൽ അള്ളാഹുവിൻ്റെ ഈ സൃഷ്ടികൾ ജീവിക്കേണ്ടത്, അവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്തായിരിക്കണം, അവൻ പറയുന്നത് പോലെ ജീവിച്ചാൽ എന്താണ് മരണത്തിന് ശേഷം അവർക്ക് സംഭവിക്കാൻ പോകുന്നത്, അവൻ്റെ കൽപ്പനകൾ ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്നവരുടെ പരിണാമം എന്താണ്, ഈ കാര്യങ്ങളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പ്രവാചകന്മാരിലൂടെയും വേദഗ്രന്ഥങ്ങളിലൂടെയും മനുഷ്യരെ പഠിപ്പിച്ചിട്ടുണ്ട്. അത് അവരുടെ ജീവിതത്തെ ഒന്നാകെ ശുദ്ധീകരിച്ച് നന്നാക്കി ഏറ്റവും അനുയോജ്യമായ സൃഷ്ടികളാക്കി അവരെ പരിവർത്തിപ്പിക്കാൻ പര്യാപ്തമായ നിയമങ്ങളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഈ നിയമങ്ങളും നിർദ്ദേശങ്ങളും മനുഷ്യൻ്റെ ജീവിതത്തിൽ അവന് എന്തെല്ലാം മേഖലകളിലും മണ്ഡലങ്ങളിലും കടന്നു ചെല്ലേണ്ടതുണ്ടോ അവിടെയെല്ലാം ആവശ്യമായ വെളിച്ചം അവന് നൽകുന്ന രൂപത്തിലാണ് അല്ലാഹു നൽകിയിട്ടുള്ളത്. അവൻ്റെ ആത്മീയ ജീവിതവും അവൻ്റെ ഭൗതിക ജീവിതവും അവൻ്റെ വ്യക്തി ജീവിതവും അവൻ്റെ കുടുംബ ജീവിതവും അവൻ്റെ സാമൂഹിക ജീവിതവും അവൻ്റെ സാമ്പത്തിക ജീവിതവും ഒക്കെ എങ്ങനെയായിരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. പ്രവാചകന്മാർ അതിൻ്റെ മാതൃകകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനേക്കാൾ ഉത്തമമായ നിയമങ്ങളോ നിർദ്ദേശങ്ങളോ കൽപ്പനകളോ മനുഷ്യന് കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സ്രോതസ്സിൽ നിന്ന് കണ്ടെത്താനോ സാധിക്കുകയില്ല. വമൻ അഹ്സനു മിനല്ലാഹി ഹുക്മൻ ലിഖൗമി യൂഖിനൂൻ. അല്ലാഹുവിനേക്കാൾ ഏറ്റവും നല്ല വിധികൾ, ഏറ്റവും നല്ല കൽപ്പനകൾ, ഏറ്റവും നല്ല നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആരുണ്ട് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ വിശുദ്ധ ഖുർആനിൽ ചോദിക്കുന്നു. അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകൃതിയെ സംബന്ധിച്ച്, അവരുടെ ആവശ്യങ്ങളെ സംബന്ധിച്ച്, അവർക്ക് സ്വീകരിക്കാനും കൊണ്ടു നടക്കാനും സാധിക്കുന്ന അളവിനെ സംബന്ധിച്ച്, അവർക്ക് സാധിക്കാത്ത മേഖലകളും ചെയ്യാൻ കഴിയാത്ത വിഷയങ്ങളും എന്താണ് എന്നീ കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയുന്നത് പോലെ വേറൊരാൾ അറിയുകയില്ലല്ലോ. അവൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ച് സൃഷ്ടികർത്താവിനാണ് ഏറ്റവും നല്ല അറിവ് ഉള്ളത്. അപ്പോൾ ആ അറിവിൻ്റെയും
ആ രൂപത്തിലുള്ള തൻ്റെ സൃഷ്ടികളെ സംബന്ധിച്ചുള്ള ബോധത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് ആവശ്യമായ നിയമങ്ങളും ചിട്ടകളും വ്യവസ്ഥകളുമൊക്കെ നിശ്ചയിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉത്തമവും ഏറ്റവും ഉന്നതവും ഏറ്റവും ഉദാത്തവും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിനെയോ അവൻ്റെ പ്രവാചകന്മാരെയോ അവൻ്റെ വേദഗ്രന്ഥങ്ങളെയോ ഒന്നും അംഗീകരിക്കാത്ത ആളുകൾ, സ്വീകരിക്കാത്ത ആളുകൾ, അതിൽ നിന്ന് വെളിച്ചം ഉൾക്കൊള്ളുകയോ അത് ജീവിതത്തിൽ പകർത്താൻ സന്നദ്ധമാവുകയോ ചെയ്യാത്തവരായ ആളുകൾ, അവർക്ക് എപ്പോഴും തന്നെ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ആ ഇസ്ലാമിനെ എങ്ങനെ നേരിടാൻ സാധിക്കും എന്നുള്ളത് ഒരു പ്രശ്നമാണ്. ഇസ്ലാം നൽകുന്ന മനുഷ്യ സമൂഹത്തിന് നൽകുന്ന നിയമങ്ങൾ, നിർദ്ദേശങ്ങൾ, കൽപ്പനകൾ, അവയെ വെല്ലുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അതിനെ അതിജീവിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒന്ന് കൊണ്ടുവന്നുകൊണ്ട് ഇതിനെ പരാജയപ്പെടുത്തുക അല്ലെങ്കിൽ ഇതിനെ തരം താഴ്ത്തുക എന്നുള്ളത് മറ്റുള്ളവർക്കൊരിക്കലും തന്നെ സാധിക്കുന്നില്ല. യഥാർത്ഥത്തിൽ അവരുടെ ആഗ്രഹം അതാണ്. അള്ളാഹുവിൻ്റെ ദീനിനെ, അവൻ്റെ പ്രവാചകന്മാരുടെ ജീവിത രീതിയെ, മുസ്ലിം സമൂഹത്തെ അതിനെ തങ്ങളുടെ ഇച്ഛക്കൊത്തുകൊണ്ട് മാറ്റിമറിക്കുകയും ഇതിനെ പരാജയപ്പെടുത്തുകയും ചെയ്യണം. എല്ലാ കാലഘട്ടങ്ങളിലും പ്രവാചകന്മാരുടെ അനുയായികളായിരുന്ന വിഭാഗങ്ങളിൽ ആ പ്രവാചകന്മാരുടെ കൽപ്പനകൾ അനുസരിക്കാൻ തയ്യാറില്ലാതെ കണ്ട് സത്യനിഷേധികളായി ജീവിച്ചവരൊക്കെ ഇതിന് ശ്രമിച്ചിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. വഖാലല്ലദീന കഫറൂ ലിറുസുലിഹിം, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കാഫിറുകൾ അവരുടെ പ്രവാചകന്മാരോട് പറയുന്നു. ഏതെങ്കിലും ഒരു കാഫിർ ഏതെങ്കിലും ഒരു പ്രവാചകനോട് പറയുന്ന കാര്യമല്ല. കാലാകാലങ്ങളിലുള്ള സത്യനിഷേധികളായ ആളുകൾ അവരിലേക്ക് ഏതെല്ലാം കാലഘട്ടങ്ങളിൽ പ്രവാചകന്മാർ വന്നിട്ടുണ്ടോ, അംബിയാ മുർസലുകൾ വന്നിട്ടുണ്ടോ അവരോട് പറയുന്നു, ലനുഖ്രിജന്നകും മിൻ അർളിന ഔ ലതഊദുന്ന ഫീ മില്ലത്തിന, നിങ്ങളെ ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിൽ നിന്ന് പുറത്താക്കും, അല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വരണം. ഞങ്ങളുടെ മാർഗത്തിലേക്ക് തിരിച്ചു വന്ന് ഞങ്ങളെപ്പോലെ ജീവിക്കുക, ഞങ്ങളെപ്പോലെ ആവുക, ഇതാണ് നിങ്ങൾക്ക് വേണ്ടത്. എന്നാൽ നമുക്ക് ഒന്നിച്ചു പോകാം, നമ്മൾ തമ്മിൽ എതിർപ്പില്ല, ശത്രുതയില്ല, വിരോധമില്ല. അതേ അവസരത്തിൽ ഞങ്ങളുടെ വഴി വിട്ടുകൊണ്ട് ഞങ്ങളുടെ സമ്പ്രദായവും ഞങ്ങളുടെ സംസ്കാരവും ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ ഒരു വഴി സ്വീകരിച്ച് പുതിയൊരു ദീനുമായിക്കൊണ്ടാണ് നിങ്ങൾക്ക് പോവാനുള്ള പുറപ്പാട് എങ്കിൽ അതിവിടെ പറ്റുകയില്ല, ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. ലനുഖ്രിജന്നകും മിൻ അർളിന, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങളെ പുറത്താക്കുക തന്നെ ചെയ്യും എന്നവർ പറയുന്നു. ഫൗഹ ഇലൈഹിം റബ്ബുഹും ലനുഹ്ലികന്നൽ ളാലിമീൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ദാസന്മാർ, അവൻ്റെ അടിയാറുകൾ, അവൻ്റെ പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരോടൊക്കെ പറഞ്ഞ സന്തോഷ വാർത്തകൾ അല്ലെങ്കിൽ അവർക്ക് നൽകിയ സമാധാനം, ലനുഹ്ലികന്നൽ ളാലിമീൻ, ഇങ്ങനെയുള്ള ഈ ഭീഷണികളിലൊന്നും നിങ്ങൾ വഴങ്ങണ്ട, അത്തരത്തിലുള്ള ഭീഷണികളെ നിങ്ങൾ ഭയപ്പെടുകയും ചെയ്യേണ്ടതില്ല. ആ എതിരാളികളെയെല്ലാം, അത്തരം അക്രമകാരികളെയെല്ലാം നാം നശിപ്പിക്കുക തന്നെ ചെയ്യും. ലനുഹ്ലികന്നൽ ളാലിമീൻ വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളോടൊപ്പം താമസിക്കാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് പറയുന്ന അവരെ ആ നാട്ടിൽ നിന്ന് പുറത്താക്കി നിങ്ങളെ അവിടെ തന്നെ നാം താമസിപ്പിക്കുന്നതാണ്. വലനുസ്കിനന്നകുമുൽ അർള മിൻ ബഅദിഹിം, അവർക്ക് ശേഷം, അവരെ നശിപ്പിച്ചതിന് ശേഷം അവരുടെ അതേ പ്രദേശങ്ങളിൽ നിങ്ങളെയാണ് അവിടെ നാം അധികാരികളാക്കി തീർക്കുകയും അവിടുത്തെ ജീവിതം നിങ്ങൾക്ക് വേണ്ടിയാണ് നാം സൗകര്യപ്പെടുത്തി തരികയും ചെയ്യുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. പക്ഷേ ദാലിക ലിമൻ ഖാഫ മഖാമി വ ഖാഫ വഈദ്, പക്ഷേ എൻ്റെ ഈ വാഗ്ദാനം അത് പുലരുക, അത് സംഭവിക്കുക, ആര് എന്നെ ഭയന്നുകൊണ്ട് ജീവിക്കുകയും എൻ്റെ ഭീഷണികളെ ഭയപ്പെടുകയും അങ്ങനെ എന്നെ ഭയന്നുകൊണ്ട് എൻ്റെ ദാസന്മാരായി ജീവിക്കാൻ സന്നദ്ധമാവുകയും ചെയ്യുന്നുവോ അവർക്ക് മാത്രമായിരിക്കും. അപ്പോൾ കാലാകാലങ്ങളിലുള്ള സത്യവിരോധികളായ ആളുകൾ, സത്യനിഷേധികളായ ആളുകൾ പ്രവാചകന്മാരെയും പ്രവാചകന്മാരുടെ ജീവിതത്തെയും സത്യവിശ്വാസികളുടെ ജീവിതത്തെയും ഒക്കെ
അവരോടൊപ്പം വാർത്തെടുക്കുവാനും അവരെപ്പോലെ ആക്കി തീർക്കാനും വേണ്ടി ശ്രമിക്കുകയും, അല്ല എങ്കിൽ പലതരത്തിലുള്ള ഭീഷണികളും പലതരത്തിലുള്ള ശത്രുതാപരമായ നടപടികളും അവർ പിന്തുടർന്ന് വരികയും ചെയ്യുന്നതായി നമുക്ക് ഈ ഖുർആനിക സൂക്തത്തിലൂടെ മനസ്സിലാക്കാം. ചരിത്രം അതിനെ സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ഈ വാഗ്ദാനങ്ങൾ ചരിത്രത്തിൽ ഉടനീളം പുലർന്നതായിട്ടും നമുക്ക് കാണാം. നൂഹ് നബി അലൈഹി ഇസ്ലാമയുടെ ചരിത്രകാലം മുതൽ നമ്മൾ തുടങ്ങി, മനുഷ്യാരംഭം മുതൽ തുടങ്ങി, വിവിധ കാലഘട്ടങ്ങളിലെ പ്രവാചക ചരിത്രങ്ങൾ പരിശുദ്ധ ഖുർആൻ നമുക്ക് ആവർത്തിച്ച് പറഞ്ഞു തരുന്നതിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, എല്ലാ കാലഘട്ടങ്ങളിലും അധർമ്മികളായ ആളുകൾ പ്രവാചകന്മാരെയും അവരുടെ സന്ദേശത്തെയും നശിപ്പിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം നടത്തി അവസാന നിമിഷങ്ങളിൽ അവരെല്ലാം പരാജയപ്പെടുകയോ അല്ലെങ്കിൽ അവരെ പരാജയപ്പെടുത്തുകയോ നശിപ്പിക്കുകയോ ചെയ്തുകൊണ്ട് ഈ പ്രവാചകന്മാരും അവരുടെ അനുയായികളും മികച്ചു നിൽക്കുകയും വിജയിച്ചു നിൽക്കുകയും ചെയ്യുന്ന ചരിത്രം തന്നെയാണ് ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലും അത് തന്നെ പുലരുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിക്ക് ശേഷവും ഇതേ ചരിത്ര പരമ്പര തുടർന്നു വരുന്നത് നമുക്ക് കാണാം. നാനാഭാഗങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഇസ്ലാമിനെ വികൃതമായി ചിത്രീകരിക്കുക, എവിടെയാണ് ഇതിനെ വിമർശിക്കാനുള്ള ഒരു പഴുതുകൾ കിട്ടുക, എവിടെയാണ് ഇതിന്റെ നിരർത്ഥകത ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക, അങ്ങനെ ജനങ്ങളുടെ ഇടയിൽ തെറ്റിദ്ധാരണകൾ സൃഷ്ടിച്ചുകൊണ്ട് ആളുകളെ ഇതിൽ നിന്ന് എങ്ങനെ അകറ്റാൻ സാധിക്കും, ഈ രൂപത്തിലുള്ള പലതരത്തിലുള്ള ശ്രമങ്ങളും കഠിനാധ്വാനങ്ങളുമൊക്കെ ചരിത്രത്തിൽ ഉടനീളം നടന്നതായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നതായിട്ടും നമുക്ക് കാണാം. ഇസ്ലാമിന്റെ കൽപ്പനകളുടെ അതിന്റെ ഔന്നത്യവും അതിന്റെ ഉയർച്ചയും ഈ ശത്രുക്കളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം നിഷേധിക്കാൻ പറ്റുകയില്ല. ഇസ്ലാം നൽകുന്ന മനുഷ്യ സമൂഹത്തിന് ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും അതിന്റെ പ്രസക്തിയും അതിന്റെ പ്രായോഗികതയും ബുദ്ധിപരമായിട്ട് അവർക്ക് നേരിടാനും സാധ്യമല്ല. അപ്പോൾ ഇതിനെയെല്ലാം പലതരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങളും കൊടുത്തുകൊണ്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രൂപത്തിൽ വികൃതമായി ചിത്രീകരിച്ചുകൊണ്ടോ ആളുകളുടെ ഇടയിൽ പരാജയപ്പെടുത്താനും ജനങ്ങളെ അതിൽ നിന്ന് അകറ്റി നിർത്താനുമാണ് അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെയുള്ള ആക്രമണങ്ങൾ ഇസ്ലാമിന്റെ നേരെ പല ഭാഗത്തു നിന്നും ശക്തിയായി ആരംഭിക്കുകയും അത് കൂടുതൽ കൂടുതൽ ശക്തിപ്പെട്ടുകൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സംഭവങ്ങൾ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കുന്നു. ഓരോ നൂറ്റാണ്ട്, ഈ കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള വമ്പിച്ച തരത്തിലുള്ള ആക്രമണങ്ങൾ, വമ്പിച്ച തരത്തിലുള്ള അടികൾ ഇസ്ലാമിനെ അടിക്കാൻ അതിന്റെ ശത്രുക്കൾ ബോധപൂർവമായി ശ്രമിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ ഈ സന്ദർഭങ്ങളിലെല്ലാം മുസ്ലിം സമൂഹം എന്തൊരു നിലപാടാണ് ഇതിന്റെ പ്രതിരോധത്തിന് വേണ്ടി സ്വീകരിച്ചത് എന്ന് നമ്മൾ ചിന്തിച്ചാൽ ആ വിഷയത്തെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ വെളിപ്പെടുത്താനാണ് ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നത്. അഥവാ മുസ്ലിം സമൂഹം ഇങ്ങനെ ഇസ്ലാമിന്റെ നേരെയുള്ള ആക്രമണങ്ങളും ഇസ്ലാമിനെ കരിവാരിത്തേക്കാനുള്ള ശ്രമങ്ങളും ഇസ്ലാമിലെ നിയമങ്ങളെയും അതിൽ പറയുന്ന കാര്യങ്ങളെയും എല്ലാം തന്നെ അത് വിഡ്ഢിത്തമായിട്ടോ ബുദ്ധിശൂന്യമായിട്ടോ ഒക്കെ ചിത്രീകരിക്കാനുള്ള ശ്രമങ്ങളെയും നേരിട്ടത് ഏത് രൂപത്തിലാണ്, എങ്ങനെയാണ് അതിന്റെ മുന്നിൽ അവർ എന്തൊരു നിലപാടാണ് സ്വീകരിച്ചത് എന്ന് നമ്മൾ ആലോചിച്ചാൽ രണ്ട് തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിക്കപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇത്തരത്തിലുള്ള എതിർപ്പുകളും ഈ രൂപത്തിലുള്ള ശത്രുതയുമൊക്കെ വളരെ ഗുരുതരമായ തോതിൽ ശക്തിപ്പെട്ടു വന്നപ്പോൾ അതിന്റെ മുന്നിൽ പതറിപ്പോയ ഒരു വിഭാഗം പതറിപ്പോവുകയും അങ്ങനെ ഒരു തരത്തിലുള്ള ഒരു മാപ്പ് സാക്ഷികളെ പോലെ ഇസ്ലാമിന്റെ പല നിയമങ്ങളെ സംബന്ധിച്ചും പല നിർദ്ദേശങ്ങളെ സംബന്ധിച്ചും അത് അങ്ങനെയല്ല, അത് വേറെ ഒരു രൂപത്തിലാണെന്ന് വളച്ചൊടിച്ച് ചിത്രീകരിക്കാൻ വേണ്ടി അവർ ശ്രമിക്കുകയും അല്ലെങ്കിൽ അവർ പറയുന്നത് തന്നെയാണ് ഇസ്ലാം എന്നുള്ള രൂപത്തിൽ അവരുടെ വാക്കുകൾക്കും നിയമങ്ങൾക്കും ഒക്കെ ഒപ്പിച്ചുകൊണ്ട് ഇസ്ലാമിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത, അത്തരത്തിലുള്ള ഒരു സമൂഹം ഇങ്ങനെ ഇസ്ലാമിക സമൂഹത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പൊ അവർ യഥാർത്ഥത്തിൽ പാശ്ചാത്യർ, പ്രത്യേകിച്ചും ആധുനിക കാലഘട്ടത്തിൽ 20-ാം നൂറ്റാണ്ടിന് ശേഷം പാശ്ചാത്യ ലോകത്തിൽ നിന്നുള്ള വെല്ലുവിളികളാണ് വളരെ ശക്തമായ രീതിയിൽ ഇസ്ലാമിനെ നേരിടാനുണ്ടായിരുന്നത്. ഇസ്ലാമിന്റെ മുന്നിൽ ഒരു രാഷ്ട്രീയ ശക്തി കൊണ്ട് ഇസ്ലാമിനെ അതിജയിക്കുവാനോ ആ രൂപത്തിൽ അതിനെ പരാജയപ്പെടുത്തുവാനോ സാധിക്കുകയില്ല എന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ അതിനെ വേറെ രൂപത്തിൽ അതിന്റെ സാംസ്കാരികമായ മഹിമയെയും
ഇസ്ലാമിന്റെ നിയമങ്ങളുടെയും പ്രത്യയശാസ്ത്രപരമായ അതിന്റെ മികവിന്റെയും ഒക്കെ ആ യാഥാർത്ഥ്യത്തെ നിഷേധിച്ചുകൊണ്ട് അതിനെ ആ രൂപത്തിൽ വികൃതമായി ചിത്രീകരിക്കാനാണ് അവർ ശ്രമിച്ചത്. അപ്പോൾ എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ച് ഇസ്ലാമിന്റെ നിയമങ്ങൾ, ഇസ്ലാം നൽകിക്കൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങൾ, പരിശുദ്ധ ഖുർആനിലെ വചനങ്ങൾ, മുസ്ലിം സമൂഹത്തിന്റെ വിശ്വാസങ്ങൾ, ഇങ്ങനെയുള്ള പല കാര്യങ്ങളെ സംബന്ധിച്ചുമൊക്കെ രൂക്ഷമായ വിമർശനങ്ങൾ വരികയുണ്ടായി. ചില ഉദാഹരണങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങൾ വന്നപ്പോൾ മുസ്ലിം സമൂഹത്തിൽ വലിയൊരു വിഭാഗം പണ്ഡിതന്മാരടക്കം പതറിപ്പോവുകയും എങ്ങനെയാണ് ഈ ആക്രമണങ്ങളെയും ഈ തരത്തിലുള്ള വിമർശനങ്ങളെയും നേരിടുക എന്നതിനെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു ധാരണയും ഇല്ലാതെ കണ്ട് ഇസ്ലാമിനെ ഇവരുടെ മുന്നിൽ, ഇസ്ലാമിനോട് അവർക്ക് സ്നേഹമുണ്ട്, ഒരു വിഭാഗം പണ്ഡിതന്മാർ അവർക്ക് ഇസ്ലാമിനോട് സ്നേഹമുണ്ട്, ഇസ്ലാമിൻ്റെതായ ഔന്നത്യവും അതിന്റെ മഹത്വവും മറ്റുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കണം എന്ന ആഗ്രഹവുമുണ്ട്. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ അവർ സ്വീകരിച്ച ഒരു രീതി ഇസ്ലാമിന്റെ നിയമങ്ങളെ ഈ ആധുനിക കാഴ്ചപ്പാടിന് അനുസൃതമായിട്ട് വികൃതമായിട്ട് ചിത്രീകരിച്ചു കൊടുക്കുക. അങ്ങനെ അവർ പറയുന്നത് തന്നെയാണ് ഇസ്ലാമും പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിലെ നിയമങ്ങൾ അവർ പറയുന്ന ആ നിയമങ്ങൾ തന്നെയാണ്, അത് മുസ്ലിം സമൂഹം തെറ്റിദ്ധരിച്ചതോ അല്ലെങ്കിൽ അതിന് വേറെ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾ ആളുകളിൽ നിന്ന് വന്നുപോയതോ ആണ്, യഥാർത്ഥത്തിൽ ഖുർആനിലും സുന്നത്തിലും അങ്ങനെയൊന്നും ഇല്ല എന്നോ അല്ലെങ്കിൽ ആ രൂപത്തിലല്ല ഖുർആനും സുന്നത്തും നിയമങ്ങളും നിർദ്ദേശങ്ങളും നൽകുന്നതും എന്നൊക്കെ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ വളരെ ശക്തമായ രീതിയിൽ ഒരു വിഭാഗം പണ്ഡിതന്മാരിൽ നടന്നു വന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അത് എല്ലാ ആളുകളും മോശക്കാരാണ്, അത്തരം പണ്ഡിതന്മാരെ സംബന്ധിച്ചോ ഈ രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിയ എല്ലാ ആളുകളെയും സംബന്ധിച്ച് അവരൊക്കെ മോശക്കാരായിരുന്നു, ഇസ്ലാമിന്റെ ശത്രുക്കളായിരുന്നു എന്ന് പറയാൻ ഒരിക്കലും നിവൃത്തിയില്ല. ഇസ്ലാമിനോട് അവർക്ക് സ്നേഹമുണ്ട്. പക്ഷേ ഈ കാലഘട്ടത്തിൽ ഇസ്ലാമിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാലേ നിലനിൽപ്പുള്ളൂ എന്നുള്ള ഒരു ധാരണയാണ് ഈ ആളുകളെ ഈ രൂപത്തിലുള്ള വ്യാഖ്യാനങ്ങൾക്കും ഇങ്ങനെയുള്ള പ്രചാരണങ്ങൾക്കുമൊക്കെ നിർബന്ധിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതേ അവസരത്തിൽ അവരുടെ ഇടയിൽ തന്നെ യഥാർത്ഥത്തിൽ ഇസ്ലാമിനോട് വലിയ മമതയുമൊന്നും ഇല്ലാത്തവരും ഇസ്ലാമിനെ ഈ പാശ്ചാത്യ രൂപമനുസരിച്ചുകൊണ്ട് വികൃതമായി ചിത്രീകരിക്കാൻ പാടുപെടുന്നവരുമായ അത്രയൊന്നും തന്നെ മതബോധമില്ലാത്ത ആളുകളും ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു എന്നും നമ്മൾ മനസ്സിലാക്കുക. മുഴുവൻ തന്നെ ശുദ്ധമനസ്കരായ എല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് അങ്ങനെ തഖ്വാ അടിസ്ഥാനത്തിൽ ജീവിക്കണമെന്നും ഇസ്ലാമിനെ മുറുകെ പിടിക്കണമെന്നും വാശിയോ താല്പര്യമോ ഉള്ള ആളുകൾ ആയിരുന്നില്ല. ഇങ്ങനെയുള്ള പല വ്യക്തിത്വങ്ങളെയും ഈ 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലും അതിന്റെ മധ്യത്തിലും അതിന്റെ അവസാന ഘട്ടത്തിലാകുമ്പോഴേക്കുമൊക്കെ വന്നതായിട്ടും പ്രവർത്തിച്ചതായിട്ടും പല മേഖലകളിലും അവരൊക്കെ എഴുതുകയും അതുപോലെ തന്നെ വിശദീകരിക്കുകയും ഒക്കെ ചെയ്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. മുഹമ്മദ് അബ്ദു റഷീദ് റിള, അതുപോലെ മുസ്തഫ മറാഗി, അഹമ്മദ് അമീൻ, സർ സയ്യിദ് അഹമ്മദ് ഖാൻ, സയ്യിദ് തൊന്താവി പോലെയുള്ള പണ്ഡിതന്മാരെയൊക്കെ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളെയൊക്കെ ഈ രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കുകയും അവരുടെ പ്രവർത്തനങ്ങളെ ആ രൂപത്തിലാണ് നമ്മൾ വിലയിരുത്തുകയും ചെയ്യുന്നത്. അതിങ്ങനെയുള്ള ആക്രമണങ്ങളുടെ നേരെ അവർ ഒരു നിലപാട് സ്വീകരിച്ച പണ്ഡിതന്മാരെ സംബന്ധിച്ചാണ് ഞാൻ ഈ രൂപത്തിൽ ഇത്തരം ആളുകളെ അതിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. അതേ അവസരത്തിൽ വേറെ ഒരു വിഭാഗം പണ്ഡിതന്മാരുണ്ടായിരുന്നു. ആ പണ്ഡിതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം എന്താണോ പറയുന്നത് ആ ഇസ്ലാം പറയുന്നതാണ് അന്തിമ വാക്ക് എന്നും അത് മനസ്സിലായിട്ടില്ല എങ്കിൽ അത് മനസ്സിലാക്കി കൊടുക്കാൻ മറ്റുള്ളവരിൽ അവർ ശ്രമിക്കുകയും അതിനെതിരെയുള്ള വിമർശനങ്ങളെ അതിരൂക്ഷമായി നേരിടുകയും ആ വിമർശനങ്ങളുടെ പൊള്ളത്തരങ്ങളും അതിന്റെ കൊള്ളരുതായ്മകളും ഒക്കെ വളരെ വ്യക്തമാക്കുകയും ചെയ്തുകൊണ്ട് ഇസ്ലാമിന്റെ നിയമങ്ങളുടെ പ്രസക്തിയും അതിന്റെ ആനുകാലികമായ പ്രാധാന്യവുമൊക്കെ വെളിപ്പെടുത്തി ഇസ്ലാമിന്റെ ഔന്നത്യം സ്ഥാപിച്ചെടുക്കാനുള്ള ശ്രമങ്ങളാണ് ആ പണ്ഡിതന്മാർ നടത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവർ ഒരിക്കലും തന്നെ മറ്റൊരു വിഭാഗവുമായി രാജിയാകുന്ന പ്രശ്നമുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇസ്ലാമിനെ അവരുടെ വീക്ഷണങ്ങൾക്കൊത്തുകൊണ്ട് മാറ്റിപ്പണിയാനോ അല്ലെങ്കിൽ വ്യാഖ്യാനിക്കാനോ ഇസ്ലാമിക അധ്യാപനങ്ങളിൽ നിന്ന് ഒരു ഇഞ്ചെങ്കിലും തെറ്റുവാനോ ഒരിക്കലും അവർ സന്നദ്ധമായിരുന്നില്ല. ഇസ്ലാമിന്റെ നിയമം എന്താണോ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ പറയുന്നതും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലൂടെ വെളിപ്പെടുത്തുന്നതും തിരുമേനി കാണിച്ചു തന്നതുമായ നിയമങ്ങൾ, ആ നിയമങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഇസ്ലാമിന്റെ സ്രോതസ്സുകളിൽ നിന്ന് വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കുന്ന നിയമങ്ങൾ, അത് ആർക്ക് മനസ്സിലായില്ലയോ ആരംഗീകരിക്കുന്നില്ലയോ അത് അംഗീകരിക്കാത്ത ആളുകളുടെ പോരായ്മ എന്നല്ലാതെ കണ്ട് അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് ഒരു തരത്തിലുള്ള പോരായ്മകളും ഇല്ല എന്നും അതിനെ കാലത്തിനൊത്ത് വ്യാഖ്യാനിക്കാനോ അല്ലെങ്കിൽ ആ രൂപത്തിൽ അതിനെ മറ്റു തരത്തിലുള്ള ദുർവ്യാഖ്യാനങ്ങൾ കൊടുത്തുകൊണ്ട് മോഡേണൈസ് ചെയ്യാനോ പോവേണ്ട
ആവശ്യമില്ല എന്നുമുള്ള രീതിയിൽ വളരെ ഇസ്ലാമിൻ്റെതായ ആ നടുമുറ്റത്ത് നിന്നുകൊണ്ട് ഈ രൂപത്തിലുള്ള വിമർശനങ്ങളെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങളെയും ഒക്കെ ചങ്കൂറ്റത്തോടുകൂടി എതിർക്കുകയും ഈ പാശ്ചാത്യരുടെ നിയമങ്ങളും അവരുടെ കൊള്ളരുതായ്മകളും അവരുടെ നിയമങ്ങളുടെയും നിർദ്ദേശങ്ങളുടെയും അതുപോലെ ഭരണഘടനയുടെയും ഒക്കെ കൊള്ളരുതായ്മകളും അതിന്റെ യുക്തിഹീനതയും ഒക്കെ വളരെ ശക്തമായ രീതിയിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പണ്ഡിത വിഭാഗങ്ങളെയാണ് വേറെ ഒരു ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതും തന്നെ ഈ 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ അതിന്റെ അവസാനം വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഒരു ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്ന ഇസ്ലാമിക ലോകത്തെ മഹാപണ്ഡിതന്മാരെയും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ ആ കൂട്ടത്തിലാണ് ഹസനുൽ ബന്ന, മൗലാന അബുൽ അല മൗദൂദി, സയ്യിദ് കുത്തുബ്, മുസ്തഫ സിബാഴി, സഈദ് ഹവ്വ പോലെയുള്ള പണ്ഡിതന്മാരെ നമുക്ക് ആ രൂപത്തിൽ കാണാൻ സാധിക്കുന്നതാണ്. അവർ ഇസ്ലാമിന്റെ നിയമങ്ങളുടേതായ പ്രസക്തിയും അതിന്റെ ആവശ്യകതയും അതിൻ്റെതായ പ്രാധാന്യവും എടുത്തു പറയുകയും അതിന്റെ മുന്നിൽ പാശ്ചാത്യരുടെ ചിന്തയും പാശ്ചാത്യരുടെ നിയമങ്ങളും എത്ര കണ്ട് ബാലിശമാണ്, ബുദ്ധിശൂന്യമാണ് എന്ന് തെളിയിക്കുകയും ഈ ഇസ്ലാമിക നിയമങ്ങൾ മാത്രമേ മനുഷ്യ സമൂഹത്തിന്റെ എല്ലാ കാലഘട്ടങ്ങളിലുമുള്ള അവരുടെ നന്മക്കും അവരുടേതായ സമാധാനത്തിനും ഉപയുക്തമായതും പ്രയോജനപ്രദമായതും ആയിട്ടുള്ളൂ എന്ന് സമർത്ഥിക്കുകയും ചെയ്യുകയാണ് ഈ പണ്ഡിതന്മാർ ചെയ്തത്. ചില ഉദാഹരണങ്ങൾ എടുത്ത് നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ ഇത് വളരെയേറെ പ്രകടമാകുന്നതാണ്. ഒന്നാമതായി പാശ്ചാത്യവൽക്കരണത്തിന്റെ മുന്നിൽ പലപ്പോഴും തന്നെ വലിയ ഒരു പ്രയാസമായിക്കൊണ്ട് നിലനിൽക്കുന്നതും അതുപോലെ തന്നെ ഇസ്ലാമിന്റെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ഒരു സ്രോതസ്സായി നിൽക്കുന്നതും റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തും തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളും നബിവചനങ്ങളുമാണ്. അപ്പൊ അതുകൊണ്ട് ഈ നബിവചനങ്ങളുടേതായ പ്രസക്തിയും പ്രാധാന്യവും അതിന്റെ പ്രാധാന്യം തള്ളിക്കളയുകയും ഖുർആൻ അതാണ് യഥാർത്ഥത്തിൽ അവലംബനീയമെന്നും അതുമാത്രം മതിയെന്നുമുള്ള ഒരു തരത്തിലുള്ള ചിന്തകൾ ഈ പാശ്ചാത്യ ചിന്തയെ നേരിടുന്ന നേരത്തെ പറഞ്ഞ നമ്മുടെ ആ ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്ന ആളുകളിലൂടെയും അവരുടെ എഴുത്തുകളിലൂടെയും ഒക്കെ പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി. പക്ഷെ അതേ അവസരത്തിൽ രണ്ടാമത്തെ ചിന്താധാരയെ പ്രതിനിധീകരിക്കുന്നവർ വളരെ ശക്തമായ രീതിയിൽ തന്നെ ഈ ഹദീസുകളുടെ പ്രാമാണികതയും ഈ ഹദീസുകളെ കൈയൊഴിക്കുകയാണ് എങ്കിൽ പിന്നീട് ഇസ്ലാമിന് നിലനിൽപ്പില്ല എന്നുള്ള യാഥാർത്ഥ്യവും ഒക്കെ വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ ആ കാര്യങ്ങൾ സമർത്ഥിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ സ്വന്തം ബുദ്ധിക്ക് നിരക്കാത്ത രൂപത്തിലുള്ള പല ഹദീസുകളോ അല്ലെങ്കിൽ ഖുർആനിക സൂക്തങ്ങളോ ഒക്കെ കാണുമ്പോൾ അതിനെ തെറ്റായ രൂപത്തിൽ വ്യാഖ്യാനിക്കുവാനോ അല്ലെങ്കിൽ ദുർവ്യാഖ്യാനം ചെയ്യുവാനോ ഒക്കെയുള്ള പ്രവണതകൾ വളരെ പ്രകടമായ രീതിയിൽ കാണപ്പെടുമായിരുന്നു. ഇതിനെല്ലാം തന്നെ ശക്തമായി നേരിടുകയും അല്ലാഹു സുബ്ഹാനഹു വ തആല എങ്ങനെയാണോ ഖുർആനിൽ പറഞ്ഞിട്ടുള്ളത് നൂറ്റാണ്ടുകളായും തലമുറകളായി കൊണ്ടും ഏതൊരു രൂപത്തിലാണോ അതിനെ മനസ്സിലാക്കിയിട്ടുള്ളത് അതേ രൂപത്തിലും അതേ ചിന്തയിലും തന്നെ അവയെ അംഗീകരിക്കുകയും സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഇതിനെ തുടർന്നുകൊണ്ട് ശക്തിപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ഇസ്ലാമിന്റെ രംഗത്ത് ഇസ്ലാമിന്റെ നിയമങ്ങളിൽ വളരെയേറെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകൾ നേരിട്ട ഒന്നാണ് ഇസ്ലാമിലെ ബഹുഭാര്യത്വം അതുപോലെ തന്നെ വിവാഹമോചനം പോലെയുള്ള നിയമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. നേരത്തെ പറഞ്ഞ ഒന്നാമത്തെ വിഭാഗം പണ്ഡിതന്മാർ പലപ്പോഴും അങ്ങനെയുള്ള നിയമങ്ങളൊന്നും ഇസ്ലാമിൽ ഇല്ല എന്നുള്ള രൂപത്തിലോ അല്ലെങ്കിൽ ഇസ്ലാം അതിനെ അങ്ങേയറ്റം നിരുത്സാഹപ്പെടുത്തുകയോ അല്ലെങ്കിൽ അത് ചെയ്യാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഉള്ള രൂപത്തിലാണ് നിയമങ്ങൾ എന്നൊക്കെ സമർത്ഥിക്കുകയോ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട നിയമങ്ങളോ സ്വീകരിക്കപ്പെട്ട നിയമങ്ങളോ ഒക്കെ തന്നെ പാശ്ചാത്യർക്ക് വേണ്ടി അവരുടെ ചെരുപ്പിനൊപ്പിച്ച് കാലുമുറിക്കാനുള്ള ശ്രമങ്ങളാണ് യഥാർത്ഥത്തിൽ ഒരു ഭാഗത്ത് നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ എന്താണ് ഈ നിയമങ്ങളുടെ പ്രസക്തി എന്നും ആനുകാലികമായിട്ട് ഏതെല്ലാം സാഹചര്യങ്ങളിൽ ഇത്തരം നിയമങ്ങൾ ആവശ്യമായി വരുമെന്നുമൊക്കെയുള്ള കാര്യങ്ങളെ വിശദീകരിച്ചുകൊണ്ട് ഈ പണ്ഡിതന്മാർ അവർക്ക് വായടപ്പൻ മറുപടികൾ കൊടുത്തതായിട്ടും നമുക്ക് കാണാൻ സാധിക്കും. സന്താന നിയന്ത്രണത്തെ സംബന്ധിച്ച് അത് ഒരു കാലത്ത് വലിയ ചർച്ചാ വിഷയമായിരുന്നു. ലോകത്ത് മുഴുവൻ തന്നെ ജനങ്ങൾ ഈ രൂപത്തിൽ പെരുകുകയാണ് എങ്കിൽ അത് ആ ജനങ്ങൾക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുകയില്ല എന്നും അതുകൊണ്ട് പ്രത്യേകിച്ചും ഈ അവികസിത
രാജ്യങ്ങളൊക്കെ സന്താന നിയന്ത്രണം സ്വീകരിക്കണം എന്നുള്ള രീതിയിൽ പാശ്ചാത്യർ അവരുടെ പ്രചാരവേലകൾ അഴിച്ചുവിടുകയുണ്ടായി. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തയുടേതായ അർത്ഥശൂന്യതയും ഇങ്ങനെയുള്ള വാദങ്ങളുടെ നിരർത്ഥകതയും അത് ശാസ്ത്രീയമായിട്ടോ അല്ലെങ്കിൽ യുക്തിപരമായിട്ടോ ശരിയല്ല എന്നൊക്കെ സമർത്ഥിക്കുന്ന രീതിയിലുള്ള ഗ്രന്ഥങ്ങളും രചനകളുമൊക്കെ ഈ പണ്ഡിതന്മാരിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഓർമ്മിക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ ജിഹാദിനെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയും അതുപോലെ അതിനെ ജിഹാദി വികാരങ്ങളെ മുസ്ലിം സമൂഹത്തിൽ നിന്ന് തേച്ചുമാറ്റി ഇല്ലാതെയാക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള ശ്രമങ്ങൾ വളരെ ബോധപൂർവമായി നടത്തപ്പെടുകയുണ്ടായി. ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് തന്നെ ഒരു പ്രത്യേക പ്രവാചകൻ തന്നെ ഇറക്കുമതി ചെയ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. മിർസ ഗുലാം മുഹമ്മദ് അഹമ്മദ് ഖാദിയാനി എന്ന് പറയുന്ന ഒരാളെ പ്രവാചകനായിക്കൊണ്ട് അവതരിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ മുഖ്യമായ ലക്ഷ്യം തന്നെ ജിഹാദ് നസ്ഖ് ചെയ്യുക, അതിനെ ദുർബലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. അപ്പോൾ ഈ ജിഹാദിനെ ഇല്ലാതെയാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ പാശ്ചാത്യ ലോകത്തുനിന്നുണ്ടാകുമ്പോൾ അത് ഇസ്ലാമിൽ ഇല്ല എന്നും ആ രൂപത്തിലുള്ള ജിഹാദ് ഒരിക്കലും തന്നെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള മറുപടികളോ അല്ലെങ്കിൽ പ്രസ്താവനകളോ ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പൊ അതുപോലെ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടി സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ തുല്യമായ രീതിയിൽ ഒരേ അവകാശങ്ങളും ഒരേ ചുമതലകളും ഒരേ ഉത്തരവാദിത്തങ്ങളും വഹിക്കുക എന്നുള്ളതാണ് പാശ്ചാത്യ സംസ്കാരത്തിന്റെ ആകത്തുക എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അതിനൊപ്പിച്ചുകൊണ്ട് ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ് എന്ന് സ്ഥാപിക്കുന്നതിന് വേണ്ടിയും ഇസ്ലാമും ആ രൂപത്തിലാണ് സ്ത്രീകളെ അംഗീകരിച്ചിട്ടുള്ളത് എന്ന് വരുത്തുന്നതിന് വേണ്ടിയിട്ടുമുള്ള പമ്പിച്ച തോതിലുള്ള പ്രവർത്തനങ്ങൾ ഒരു ഭാഗത്ത് നടന്നു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെ പാശ്ചാത്യരുടെ ഭാഗത്ത് നിന്ന് ഇസ്ലാമിനോട് ഏറ്റുമുട്ടുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ ഇസ്ലാമിനെ വിമർശിക്കുന്നതിന് വേണ്ടിയോ എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങളും എന്തെല്ലാം തരത്തിലുള്ള ആക്ഷേപങ്ങളുമാണ് ഉന്നയിക്കപ്പെടുന്നത് എങ്കിൽ അതിനെയെല്ലാം തന്നെ ഇസ്ലാമിന്റെ മൂശയിൽ വാർത്തെടുത്തുകൊണ്ട് അത് തന്നെയാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് ഈ പരാജിത ബോധത്തോടു കൂടിയ മനസ്സുമായി കൊണ്ട് ചില പണ്ഡിതന്മാർ സ്വീകരിച്ചതായി നമുക്ക് കാണാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം വളരെ കത്തി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇസ്ലാമിക സോഷ്യലിസം എന്നുള്ളത് സോഷ്യലിസം തന്നെയാണ് ഇസ്ലാം എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതിനുവേണ്ടി ഗ്രന്ഥരചനകൾ നടത്തിയ ആളുകളെ പോലും പണ്ഡിതന്മാരെ പോലും നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ പാശ്ചാത്യർക്ക് മതവും രാഷ്ട്രവും വേറെ എന്നുള്ള സങ്കല്പം ഉണ്ടാകുമ്പോൾ ആ മതവും രാഷ്ട്രവും ഇസ്ലാമിലും അങ്ങനെ തന്നെയാണ്. ഇസ്ലാമും രാഷ്ട്രവുമായിട്ടൊരു ബന്ധവുമില്ലാത്ത ആത്മീയമായ കാര്യങ്ങൾ പറയുന്ന ഒരു മതമാണ് എന്നുള്ള രൂപത്തിൽ ഇസ്ലാമിനെ ചിത്രീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ചില പണ്ഡിത വേഷധാരികളായ ആളുകൾ നടത്തിയതും നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയുള്ള ചില ശ്രമങ്ങളൊക്കെ ഈ രൂപത്തിൽ പാശ്ചാത്യൻ ആക്രമണങ്ങളുടെ മുന്നിൽ പതറിപ്പോകുന്ന ചില വിഭാഗങ്ങൾ സ്വീകരിച്ചു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ ഈയിടെയായി ഈ അടുത്ത കാലഘട്ടങ്ങളിലും വളരെ ശക്തമായ രീതിയിൽ മുസ്ലിം സമൂഹം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആക്രമണമാണ് മതരാഷ്ട്രം എന്നുള്ള വിമർശനം എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ആ മതരാഷ്ട്രം എന്ന് പറയുമ്പോഴേക്കും മുസ്ലിം സമൂഹം പേടിക്കുകയാണ്. അപ്പൊ ഇസ്ലാമില് രാഷ്ട്രത്തെ സംബന്ധിച്ച പരാമർശങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇസ്ലാമിന് രാഷ്ട്രീയമായ കാര്യങ്ങളെ സംബന്ധിച്ച് പ്രത്യേകമായ കാഴ്ചപ്പാടുകളുണ്ട്, ഇസ്ലാമിന് അതിൻ്റെതായ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഇന്നോളം നൂറ്റാണ്ടുകളോളമായിട്ട് ആർക്കും ഒരു തർക്കവുമില്ലാത്ത വിഷയങ്ങളായി സ്ഥിരമായി നിലനിൽക്കുന്നതോടൊപ്പം തന്നെ ഈയിടെയായി നമ്മുടെ മതപണ്ഡിതന്മാരിലൊരു വിഭാഗവും അതുപോലെ തന്നെ മതസംഘടനകളൊരു വിഭാഗവും ഒക്കെ ഈ മതരാഷ്ട്രം എന്ന് പറയുന്ന ഈ സങ്കല്പം ഇത് ചില ഉഗ്രവാദികളോ തീവ്രവാദികളോ ആയ ആളുകളുടെ കണ്ടുപിടുത്തമാണ് എന്നും ഇസ്ലാം അതിനൊന്നും തന്നെ ഉത്തരവാദിയല്ല എന്നുള്ള രൂപത്തിലുള്ള പ്രചാരവേലകൾ നടത്തുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ ഇതെല്ലാം തന്നെ ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് യഥാർത്ഥത്തിൽ വടി വാങ്ങിക്കൊടുക്കുന്ന തരത്തിലുള്ള ഒരു ഏർപ്പാടാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അത് എല്ലാമാണ്. അതിൽ വ്യക്തി ജീവിതവും സാമൂഹ്യ ജീവിതവും രാഷ്ട്രീയ മണ്ഡലവും എല്ലാം തന്നെ ഒതുങ്ങിയ ഒന്നാണ് ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളാണ് ഈ ഇസ്ലാം എന്ന് പറയുന്നത്. ആ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ മാർഗദർശനത്തിന് വേണ്ടി വേറെ ഒരു സ്ഥലത്തേക്ക് പോവേണ്ടതോ വേറെ ഒരു ചിന്താഗതിയെ ആശ്രയിക്കേണ്ടതോ ആയ ഗതികേടുകളില്ല. ഇത് ഇസ്ലാമിക സമൂഹം കാലാകാലങ്ങളിൽ മനസ്സിലാക്കിയതും അതേ രൂപത്തിൽ തന്നെ നൂറ്റാണ്ടുകളായിട്ട് മുസ്ലിം സമൂഹം അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരു യാഥാർത്ഥ്യമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പൊ ഇതിനെ സംബന്ധിച്ചിടത്തോളമാണ് ഇത്തരം തർക്കമറ്റ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം സമൂഹം ഇജ്മാ ആയിക്കൊണ്ട് ഏകപക്ഷമായിക്കൊണ്ട് ഒത്തൊരുമിച്ചുകൊണ്ട് വിശ്വസിക്കുന്ന ഒരു വിശ്വാസത്തെയാണ് ഇന്ന് നമ്മുടെ മതപണ്ഡിതന്മാർ എന്ന് വിളിക്കപ്പെടുന്നവരോ അല്ലെങ്കിൽ മുസ്ലിം സമുദായങ്ങൾ
എന്ന് പറയുന്ന ആളുകളോ ചില പ്രത്യേക സംഘടനകളാണ് ഇത്തരത്തിലുള്ള ചിന്താഗതികളൊക്കെ സമൂഹത്തിൽ പ്രചരിപ്പിക്കുകയും കുഴപ്പങ്ങൾ ഉണ്ടാക്കുകയും തീവ്രവാദങ്ങൾ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് എന്ന് വരുത്തി തീർക്കുകയും ചെയ്യുന്നത് യഥാർത്ഥത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിന്റെ ആ തനി നിറം, അതിന്റെ ശരിയായ രീതി ആരുടെ മുന്നിലും തന്നെ പറയുവാനോ ആർക്കും വ്യക്തമാക്കി കൊടുക്കുവാനോ ഒരിക്കലും നമുക്കൊരു മടിയുണ്ടാവേണ്ട ആവശ്യമില്ല. അതിൽ ആരെയും തന്നെ ഭയപ്പെടേണ്ട ആവശ്യവുമില്ല. പ്രവാചകന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല സമാധാനിപ്പിക്കുകയും അവർക്ക് ആശ്വാസം കൊടുക്കുകയും ചെയ്തല്ലോ. എന്തെല്ലാം തരത്തിലുള്ള വിമർശനങ്ങൾ ഉണ്ടായാലും എതിർപ്പുകൾ ഉണ്ടായാലും ശരി, തീർച്ചയായും അള്ളാഹുവിന്റെ സഹായം നിങ്ങൾക്കുണ്ടാകുമെന്ന്. ഇത് തന്നെയാണ് മുസ്ലിം സമൂഹം എല്ലാ കാലഘട്ടങ്ങളിലും വിശ്വസിക്കുകയും അവരുടെ മനസ്സിലുണ്ടാവുകയും ചെയ്യേണ്ടതായ ഉറച്ച ധാരണ എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എന്ന് പറയുന്നത് വലിയൊരു തെറ്റിദ്ധാരണയുണ്ട്. അള്ളാഹുവിന്റെ ദീൻ ഇസ്ലാം മനുഷ്യ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ രംഗത്തേക്കും വെളിച്ചം വീശുന്നു എന്ന് പറയുമ്പോൾ അത് മുസ്ലിമീങ്ങളുടെ ഒരു മതരാഷ്ട്രത്തെ സംബന്ധിച്ചാണ് ഈ പറയുന്നത് എന്നും ആ മതരാഷ്ട്രം സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഇത് എന്നുമുള്ള ഒരു തെറ്റിദ്ധാരണ അന്യ സമുദായങ്ങളിൽ സൃഷ്ടിക്കുകയും അങ്ങനെ അവരെ യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ വൈരികളോ അല്ലെങ്കിൽ ഇസ്ലാമിക പ്രവർത്തനങ്ങളുടെ എതിരാളികളോ ഒക്കെ ആക്കി മാറ്റുകയും ചെയ്യുന്ന ഒരു ദുഷ്പ്രചാര വേലയാണത്. ആ ദുഷ്പ്രചാര വേലയ്ക്ക് വളം വെക്കുന്ന രീതിയിലാണ് മുസ്ലിം സംഘടനകളുടെ ഭാഗത്തു നിന്നുള്ള ചലനങ്ങൾ കൂടി എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ ഇസ്ലാമികമായ രാഷ്ട്രീയം എന്ന് പറയുന്നതോ അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നതോ അതൊരു മതരാഷ്ട്രമല്ല എന്നുള്ള ഒരു ധാരണ, ഒരു യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇന്ന് യഥാർത്ഥത്തിൽ സാർവത്രികമായ രീതിയിൽ ഒരു ഇസ്ലാമിക് ബാങ്കിങ്ങിനെ സംബന്ധിച്ചുള്ള സംസാരവും അത് പ്രയോഗവൽക്കരിക്കുന്നതിനുള്ള നടപടിക്രമങ്ങളും ലോകവ്യാപകമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഇസ്ലാമിക് ബാങ്കിങ് എന്ന് പറയുന്നത് മുസ്ലിം സമൂഹത്തിന് അവരുടെ മതാചാരം അനുസരിച്ചുകൊണ്ട് അവരുടെ സക്കാത്തുകളോ അല്ലെങ്കിൽ അതുപോലെയുള്ള അവരുടെ സാമ്പത്തികമായ കാര്യങ്ങളോ കൈകാര്യം ചെയ്യാനുള്ള ഒരു സംവിധാനമല്ല. നേരെ മറിച്ച് പലിശയിൽ അധിഷ്ഠിതമായ ആധുനിക ബാങ്കിങ്ങിന് പകരമായിക്കൊണ്ട് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം പലിശരഹിതമായ രീതിയിലുള്ള ഒരു ബാങ്കിങ് സംവിധാനം ഇസ്ലാമിലുണ്ട്. അതാണ് മനുഷ്യ സമൂഹത്തിന് നല്ലത്. അതാണ് സാമ്പത്തികമായ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നാട്ടിന്റെ പുരോഗതിക്കും ഏറ്റവും പ്രയോജനപ്രദം എന്നുള്ള കാര്യം ഈ നാട്ടിലെ എല്ലാ ആളുകളും മനസ്സിലാക്കുകയും അതുകൊണ്ട് അത് പ്രയോഗവൽക്കരിക്കുന്നതിന് വേണ്ടി അമുസ്ലിമീങ്ങളായ സാമ്പത്തിക വിദഗ്ധന്മാരടക്കം മുൻപന്തിയിൽ നിൽക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മതാധിഷ്ഠിതമായ ബാങ്കിങ് തുറക്കുന്നതിന് വേണ്ടിയല്ല. ഇസ്ലാമിന് ബാങ്കിങ്ങിനെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു തനതായ കാഴ്ചപ്പാടുണ്ട്. അത് മനുഷ്യർക്ക് മുഴുവൻ തന്നെ പ്രയോജനപ്പെടുന്ന ഏറ്റവും ഉചിതമായ സാമ്പത്തികമായ വളർച്ചയ്ക്ക് ഏറ്റവും സഹായകമായ ഒരു സിസ്റ്റമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ്. അതുപോലെ തന്നെയാണ് ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുമ്പോൾ അതൊരു മതരാഷ്ട്രമല്ല. നേരെ മറിച്ച് ഇസ്ലാമിന് ഒരു രാഷ്ട്രത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ മൂല്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ധർമ്മങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായ ഒരു കാഴ്ചപ്പാടും നിർദ്ദേശങ്ങളും ഉണ്ട്. അത് മനുഷ്യ സമൂഹത്തിന് മുഴുവൻ ഒരുപോലെ സഹായകമാണ്, പ്രയോജനപ്രദമാണ്. അവരുടെ ജീവിതത്തിന് വെളിച്ചം നൽകാനും അവരുടെ നാട്ടിന്റെ പുരോഗതിക്കും അതുപോലെ അവരുടെ ജീവിതത്തെ സമാധാനകരമാക്കി മുന്നോട്ട് നയിക്കാനും ഒക്കെയുള്ള വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഈ ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ കാഴ്ചപ്പാടിൽ ഉണ്ട് എന്നുള്ളതാണ്. അല്ലാതെ മുസ്ലിമീങ്ങളായ ആളുകളുടെ ഒരു മതരാഷ്ട്രം സ്ഥാപിക്കുക എന്നുള്ളതല്ല എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയെങ്കിലും തീർച്ചയായും തന്നെ നമുക്ക് ഉണ്ടാവേണ്ടതാണ്. അതുകൊണ്ടാണല്ലോ മഹാത്മാഗാന്ധിയെ പോലെയും ബർണാഡ് ഷാ പോലെയുമുള്ള ആളുകളൊക്കെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭരണരീതിയാണ് എനിക്ക് അനുഗാമ്യം, അതുപോലെ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ഭരണമാണ് ഇന്ത്യയിൽ സ്വാതന്ത്ര്യം കിട്ടിയാൽ ഞാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ പറയുന്നത് ഏതെങ്കിലും ഒരു മതരാഷ്ട്രം സ്ഥാപിക്കണം എന്നുള്ള അർത്ഥത്തിലല്ല. നേരെ മറിച്ച് അത് ഈ ആ മനുഷ്യന്റെ വളർച്ചക്കും പുരോഗതിക്കും നാട്ടിന്റെ അഭിവൃദ്ധിക്കുമൊക്കെ സഹായകമായ മൂല്യങ്ങളും ധർമ്മങ്ങളും നൽകുന്ന ഒരു ജീവിത സിദ്ധാന്തമാണ് എന്ന അടിസ്ഥാനത്തിലാണ്. അപ്പൊ അതിന്റെ വക്താക്കളായ മുസ്ലിം സമൂഹം തന്നെ അവര് മറ്റുള്ളവർക്ക് ഒപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ ഇസ്ലാമിന്റെ അതിൽ നിന്നെല്ലാം തന്നെ മുക്തമായ ഒന്നാണ് ഇത് എന്നും ഇസ്ലാമിൽ അങ്ങനെ ഒന്നുമില്ല എന്നും രാഷ്ട്രീയമായ കാര്യങ്ങളിൽ വേറെ ആരുടെ നിയമങ്ങളും നിർദ്ദേശങ്ങളും മാതൃകയും സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്നും പറയുന്നത് യഥാർത്ഥത്തിൽ ഇസ്ലാമിൽ നിന്നുള്ള ഒരു ഒഴിഞ്ഞുപോക്കാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ അത് മുസ്ലിം സമൂഹം തീർച്ചയായും തന്നെ ആത്മഹത്യാപരമായ ഒരു നിലപാടാണ് ഇത്തരത്തിലുള്ള പ്രചാര
ദുഷ്പ്രചാരവേലകൾ കൊണ്ടും അതുപോലെ ഇസ്ലാമിക പ്രവർത്തകന്മാരെ സംബന്ധിച്ചും ഇസ്ലാമിക പണ്ഡിതന്മാരെ സംബന്ധിച്ചുമൊക്കെയുള്ള ഇത്തരത്തിലുള്ള ദുഷ്പ്രചാരവേലകൾ അഴിച്ചുവിടുന്നത് കൊണ്ടും ചെയ്യുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ കാലഘട്ടത്തിന്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ട് ഇസ്ലാമിനെ ഏറ്റവും ശക്തമായ രീതിയിലും ഏറ്റവും ഫലപ്രദമായ രീതിയിലും ജനസമൂഹത്തിന്റെ മുന്നിൽ സമർപ്പിക്കുകയും മനുഷ്യ സമൂഹത്തിന് ആവശ്യമായ ഏറ്റവും ശക്തമായ ഒരു വെളിച്ചം ഇസ്ലാമിലും ഖുർആനിലുമാണ് ഉള്ളത് എന്ന് അവരെ ബോധ്യപ്പെടുത്തുകയും ചെയ്യേണ്ട സന്ദർഭത്തിൽ ഇതെല്ലാം പൂട്ടിവെച്ചുകൊണ്ട് നിങ്ങളുടെ വെളിച്ചം ഞങ്ങൾക്ക് തരിക, ഞങ്ങളെല്ലാം അന്ധകാരത്തിലാണ് എന്ന് പറയുന്ന തരത്തിലുള്ള മതപ്രബോധനവും മതപ്രവർത്തനവും ജിഹാദും ഒക്കെ എന്തൊരു ഇസ്ലാമിക പ്രവർത്തനമാണ് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെയാണ് കള്ളനാണയങ്ങളെയും യഥാർത്ഥ നാണയങ്ങളെയും തിരിച്ചറിയേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിനെ ഏത് സാഹചര്യത്തിലും മുറുകെ പിടിക്കുന്ന സജ്ജനങ്ങളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.